ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇടക്കിടക്കൊക്കെ ഓലിങ്ങനെ ബോധം വരും. ഈ മജ്‌ലിസിൽ ഒരുപാട് പാപം ചെയ്ത ആളുകളാണ് നമ്മളൊക്കെ. ദോഷകറകൾ കൊണ്ട് ഹൃദയം കടുത്തവരാണ് നമ്മളിൽ നിന്ന് വന്നുപോയ പാകപ്പിഴവുകൾ ധാരാളമാണ്. നമ്മള് നിസാരന്മാരാണ്, മോശക്കാരാണ്. ഇന്നലെ നമ്മള് മൊയ്ലേര് പറയുന്നുണ്ട്, റസൂലുള്ളാന്റെ കാലത്തൊക്കെ ഖദീജ ബീവി റസൂൽ എന്ത് പറഞ്ഞാലും കേട്ടിരുന്നു, നമ്മളെ പെണ്ണുങ്ങളൊന്നും അങ്ങനെ കിട്ടൂലെന്നാ പറഞ്ഞാ കേൾക്കണ ഒരൊറ്റൊന്നും ആളുണ്ടാവൂല. കാരണം എന്താ? പുറത്തിങ്ങനെ സംഭവാക്കി പറയാ, ഉള്ളിൽ ഇങ്ങക്ക് യാതൊരു കഥയില്ല. പുറത്ത് ഇരുമ്പൊലക്ക, ഉള്ളിലോ അഴകുഴമ്പൻ. ഇതല്ലേ നിങ്ങളെ പരിപാടി? ഈ നാടകം, ഈ ലജ്ജയില്ലാത്ത ഏർപ്പാട്. നമ്മളെ പെണ്ണുങ്ങൾക്കൊന്നും തസ്കിയത്തും തെർബിയത്തും കിട്ടിയിട്ടില്ല. എങ്ങനെ കിട്ടാനാ? ബലല്ലേ ഇത് കൊടുക്കണ്. ഷാജാനെ, ഹാഫിദ് ഉസ്താദിന്റെ പെണ്ണുങ്ങള് അയാളെ ആ സ്ത്രീയുടെ മുഖത്തേക്ക് ആരെങ്കിലും തുറിച്ചു നോക്കുന്ന ആ ഒരു അവസ്ഥയിൽ ആ പെണ്ണ് അവരുടെ മൂടുപടം താഴത്ത് ഇടാതെ നിന്ന് എന്നത് തെറ്റ് തന്നെയാണ്, സംശയമില്ല. ആ ഒരു തെറ്റല്ല എന്ന് ഇവിടെ ആരും സമ്മതിക്കണില്ല. അതേ സമയത്ത് അവരുടെ അവസ്ഥ എന്ത് എന്നുള്ളത് ഇവിടെ അറിയില്ലല്ലോ. ആ കുറവാ ജീവിതം മൊത്തമുള്ളത്. അത് ഇല്ലാതെ ആയിരുന്നു ഈമാൻ കിട്ടാനാ? എവിടെന്ന് ഹിദായത്ത് കിട്ടാനാ? എവിടെന്ന് ഇഹ്സാൻ കിട്ടാനാ? ഇതെന്നാ ഹുബ്ബുൽ മാലി വ ഹുബ്ബുൽ ജാഹ്. അവനാണെന്നുള്ളത് അങ്ങോട്ട് പൊന്തി മാറിയതാ, ഉജ്ബ് തലയിൽ കയറിയതാ, അകപ്പെരുമ. ഉള്ളിൽ ഞാൻ എന്തൊക്കെയോ ആണെന്ന് ഒരുത്തനാണ്ട് തോന്നിയാൽ, ഉജ്ബ് വന്നാൽ ഈമാൻ ഫസാദായി. അകപ്പെരുമ ഉള്ളിലൊരുത്തന് തോന്നുക ഞാൻ എന്തൊക്കെയോ ആയിക്കഴിഞ്ഞിരുന്നു. ഓനിങ്ങനെ തോന്നുന്നെ, നാട്ടുകാർക്കൊക്കെ ഓനൊരു മോൻ തന്നെ. പക്ഷെ ഓനിങ്ങനെ തോന്നുന്നത് ഓനാരൊക്കെ ആണ്. അങ്ങനെന്തല്ലോ ഓരോ ആൾക്കാർ ഓനൊരു എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇടക്കിടക്ക് ഓർമ്മ വരലാണ്. ഇന്നലെ ഓർമ്മ വന്നു, ഒരു സെക്കൻഡ് ഒന്ന് കേട്ടോളി. കണ്ടില്ലേ ഈ നായി ഏതാ? നമുക്ക് ഈ ജാതി തൊള്ള തോന്നി വിളിച്ചു പറഞ്ഞു. തോന്നിവാസം പറഞ്ഞാ പോരടോ, അത് ആൺകുട്ടികൾക്ക് യോജിച്ച പണിയല്ല, അത് തറവാട്ടിൽ ജനിച്ചവർ യോജിച്ച പണിയല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇതൊന്നും നിർത്തലും നേരാവൂല. ഓൻ ഹവൻ നഫ്സിലായി തീരും. അഫമൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു. ഇതെന്നാ ഹുബ്ബുൽ മാലി വ ഹുബ്ബുൽ ജാഹ്. നിന്ദിക്കുക, കൊച്ചാക്കുക, പരിഹസിക്കുക. ഇതാണല്ലോ വഹാബിയുടെ മുഖമുദ്ര. ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്, തബ്ലീഗ് ചെയ്യുന്നത്. ആ മഹാന്മാരെ കുറിച്ച് എപ്പോഴെങ്കിലും സംസാരിക്കല്ല. തുടക്കം മുതൽ മരണം വരെ, വഫാത്ത് വരെ അവരെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇസ്തിഖാമത്ത്. ഓരെ അംഗീകരിക്കാൻ കഴിയാന്നുള്ളതാ ഇസ്തിഖാമത്ത്. അല്ലാണ്ട് നിക്കാരും നോമ്പും നിലനിർത്താന്നുള്ള അല്ല ഇസ്തിഖാമത്ത്. പിറന്നവനാണെങ്കിൽ, ഹലാലിൽ പിറന്നവനാണെങ്കിൽ, കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ, തന്റെ ഇടമുള്ളവനാണെങ്കിൽ ആ തെളിവാചറാക്കൂ. വെല്ലുവിളിയൊക്കെ പിന്നെ മതി. ഇത് ഉളുപ്പില്ലാതെ വായിൽ വന്നൊക്കെ വിളിച്ചു എത്ര പോരൂല ചങ്ങായി കാക്കങ്ങള്. ആ ചുമരമന്ത്രി വരച്ചൊക്കെ എത്ര നീളുണ്ട്, ഉളുപ്പില്ലാത്ത ചങ്ങാതി. എന്നിട്ട് അയാൾക്ക് എല്ലാ ഊടും പാവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാള് ഈ നാം വെച്ചിട്ട് നേതൃത്വത്തിലുള്ള മജ്‌ലിസ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോ മദീനയിൽ അവിടുത്തെ ഹദറത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സ്വഹാബികൾ അവര് ആ ഒരു മഹബ്ബത്തിൽ അലിഞ്ഞു ചേർന്നത് പോലെയുള്ള അനുഭവം ഞങ്ങൾക്കുണ്ടായി. നിങ്ങളെയും മണ്ണാങ്കട്ടന്നെ നിങ്ങൾക്ക് തൂങ്ങി ചത്തൂട നിങ്ങൾക്ക് അതായിപ്പോ അള്ള കാത്തിരക്ഷിക്കട്ടെ. ആ മദീനത്തെ പള്ളി അവന്റെ പള്ളി. നമുക്ക് ഈ ജാതി തൊള്ള തോന്നി വിളിച്ചു പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹിച്ചു കൊടുക്കണം. കുറച്ച് ഇന്നെ നല്ലോണം സഹിക്കേണ്ടി വരും. ഇതിപ്പം തീരും തന്നെ. ഇത് തുടങ്ങണല്ലോ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ആ ഭാഗം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അവരിൽ നിന്നൊരു വാക്ക് വന്നാൽ, ഒരു പ്രയോഗം വന്നാൽ, ഒരു സംസാരം വന്നാൽ അതിനെ നല്ല രൂപത്തിൽ വ്യാഖ്യാനിച്ച് ജനങ്ങൾക്ക് കൊടുക്കണം. വജ്ജിഹ് കലാമൽ ഖൗം. അല്ലാഹുവിന്റെ അൽ ഖൗമാകുന്ന മഹാന്മാരെ സംഘം, അവരിൽ നിന്നൊരു വാക്ക് വന്നാൽ ആ വാക്കിന് തൗജീഹ് കണ്ടെത്തി നല്ല ഒരു വ്യാഖ്യാനം നല്ല രൂപത്തിൽ അതിനെ പറഞ്ഞു കൊടുക്കണം. ലോകർക്ക് അങ്ങനെ അത് മനസ്സിലാക്കി കൊടുക്കണം.
എന്ന് പറഞ്ഞു തരുമ്പം അവരെ നിന്ദിക്കുകയും അവരെ വാക്കുകളെ കുറവാക്കുകയും അവരാ പറഞ്ഞ വാക്ക് ഷിർക്കിന് വരെ കാരണമാകുന്ന വാക്കാണെന്ന് ശൈഖുനാ മടവൂര് ഖദ്ദസല്ലാഹു സിറ ശൈഖുനാ മടവൂര് പറഞ്ഞ വാക്ക് അത് ഷിർക്കിലേക്ക് ചെന്നെത്താൻ കാരണമാകുന്ന വാക്കാണ്. ആ വാക്ക് പറയാൻ പാടില്ല. ആണായി പിറന്നവനാണെങ്കിൽ അനക്ക് അസ്ലും ഫസ്ലും ഉണ്ടെങ്കിൽ അനക്ക് തന്റെ വിഷയത്തിൽ പിതൃശൂന്യമായ നിലപാടല്ലെങ്കിൽ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പിതാവുണ്ടെങ്കിൽ തെളിയിക്കണ. ആൺകുട്ടിയാണെങ്കിൽ മടവൂര് ഫാസിക്കാണ് എന്ന് പറഞ്ഞ നമ്മക്ക് എനക്ക് എന്ത് വില? ദജ്ജാലു ഹാദിഹിൽ ഉമ്മ. ഇയാൾക്കൊക്കെ പറ്റിയ പേര് ദജ്ജാലുൽ ഉലമാന. അപ്പൊ അവൻ കണ്ടോ കുറ്റം പറയാണ്. പിന്നെ അതിന് ആസനന്തലോടിയായി കടന്നു വന്നു സാക്ഷാൽ. ഞാനിവിടെ എത്ര ഉഷാറായി പ്രസംഗിച്ചു വിചാരിച്ചോളൂ, എങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞാലും അതിന്റെ ഒന്നാമത്തെ ക്രെഡിറ്റും ഒന്നാമത്തെ അവകാശവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനാണ്. ഇത്രയും മോശപ്പെട്ട നാവും വർത്താനമുള്ള വേറൊരു കൂട്ടരില്ല. ഇന്ന് അള്ളാന്റെ ഭൂമിയിൽ ലോകത്തേടയില്ല. അത്രയും നശിച്ചൊരു വർഗമായി ഈ വർഗം മാറി. അല്ല അന്തംഗമ്മികളെ, അങ്ങനെ പറഞ്ഞ അന്തംഗമ്മികൾക്ക് മാനേഷ്ടത്തിനെതിരെ കേസ് കൊടുക്കരുത് കേട്ടോ. സദയം ക്ഷമിക്കുക. നിങ്ങളെ മുസാവറയുടെ പരമോന്നത നേതൃത്വം മുതൽ താഴെ തട്ടുവരെയുള്ള 99.9% കള്ളന്മാരാണ്. ദജ്ജാലുന കദ്ദാബു. ഈ കുറയ്ക്കുന്ന ജാതികളെ കൊരൊന്നും കേട്ട് നമ്മളതിന്റെ വയ്യൊക്കെ പോകണ്ട. അതിങ്ങനെ നടന്ന് ചീമുടി പോലെ ഒച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിനെ മെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമേ നമുക്കില്ല. അപ്പൊ ഞാനിവിടെ എത്ര ഉഷാറായി പ്രസംഗിച്ചു വിചാരിച്ചോളൂ, എങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞാലും അതിന്റെ ഒന്നാമത്തെ ക്രെഡിറ്റും ഒന്നാമത്തെ അവകാശവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനാണ്. കാരണം അവിടെ നിന്നാണ് ഞങ്ങളെ ഇത് പറയിപ്പിക്കുന്നത്. ഇയാൾ ഏത് പമ്പീന്ന് എണ്ണടിക്കണ അന്തംഗമ്മി പറഞ്ഞതാ, അന മിൻ ഗൈരി ദജ്ജാൽ അഖ്വഫു അലൈക്കും മിനദ് ദജ്ജാൽ. ഖാലു, അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബികൾ ചോദിച്ചാൽ ആരാ ദജ്ജാൽ? ഖാൽ ഉലമാ ഉസ്സൂ, കെട്ട ഉലമാ ആണ് എന്ന് റസൂൽ പറഞ്ഞത്. അതാണ് ഏറ്റവും കൂടുതലും ഉലമായിൽ ഉണ്ടാവുള്ളൂ. ഇക്കാലത്ത് ആ നിലക്കുള്ളൊരു ഖുലൂസായ ഒരു ആലിം ആണായി പിറന്നവനാണെങ്കിൽ, വീണ്ടും ഞാൻ പറയുന്നു, അനക്ക് അസ്ലും ഫസ്ലും ഉണ്ടെങ്കിൽ അനക്ക് തന്റെ വിഷയത്തിൽ പിതൃശൂന്യമായ നിലപാടല്ലെങ്കിൽ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പിതാവുണ്ടെങ്കിൽ തെളിയിക്കണ. ആൺകുട്ടിയാണെങ്കിൽ ആ വലിയ ഹദറത്തുകളിൽ നിന്ന് വരെ കിട്ടുന്നതാണ് ഞങ്ങൾ ഈ പറയുന്നത്. അല്ലാതെ ഞങ്ങൾ നാലാള് പറഞ്ഞു നിങ്ങൾ പറയാൻ നിൽക്കണ്ട. അതായിപ്പോ അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. എന്റെ ഒക്കെ അന്തംഗമ്മിത്തരേ ഇതൊക്കെ കേട്ടിട്ട് ഈയൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ശൈഖുനാന്റെ ചരിത്രത്തിൽ കാണാം. സ്വന്തം പിതാവ് ഉപ്പ തന്നെ പറയും, കുട്ടിക്കാലത്തുള്ള ചില അവസ്ഥകൾ കണ്ടപ്പോ അന്ന് നമ്മുടെ ഈ കൊടുവള്ളി ഭാഗത്ത് മശായിഖന്മാരെ മേഖലനെ കുറിച്ച് അറിയുന്ന ഒരു പണ്ഡിതൻ, എല്ലാവർക്കും അതറിയില്ലല്ലോ, കിതാബ് പഠിച്ച് ബിരുദെടുത്തുകൊണ്ട് മാത്രം ഈ മേഖല അറിയില്ല. മശായിഖന്മാരോട് ബന്ധമുള്ള ആ സമയത്തുള്ള ഒരു ഉന്നതനായ പണ്ഡിതന്റെ അടുത്തേക്ക് കുട്ടിയെ പിടിച്ച് വാപ്പ് കൊണ്ടുപോയി. വിശേഷങ്ങൾ പറഞ്ഞു. ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു, ഉന്നതമായ ലക്ഷണങ്ങളാണ് കാണുന്നത്, മഹാന്മാർക്ക് അനുഭവപ്പെടുന്ന വിഷയങ്ങളാണ്. അപ്പൊ അയാളും മുഴുവനും ബടായിട മൊയിലിയാരാ, മുഴുവനും കോമഡിയാ, വിടലൻ കബീറ. അപ്പളക്കപ്പൊ ഓരോ കഥകളുണ്ട് മെനയുന്ന ആളാ. പാമ്പം പൊട്ടത്തരം വിളിച്ചറിയാ വിഡ്ഢിത്തരാണ്, ബടായി പറയാ. നിങ്ങൾക്ക് പാരായിട്ട് മാറിയാണ്. അതിൽക്ക് ഒരാളെ കുറവും കൂടി ഉണ്ട് കേട്ടോ. ആ നയൽവാദിയുടെ ഓനും കൂടി ഒന്ന് കൂട്ടായിരുന്നു. അപ്പൊ പൂർത്തിയായി. കലാശ് സബാഷ് പറയുന്ന എന്താ, അത്തർ ഒഴിച്ചു. അത്തർ പറഞ്ഞാൽ നല്ല കട്ടിയുള്ള അത്തർ 1, 2, 3, 4 എന്നല്ല ഒരുപാട് ഒഴിച്ചപ്പോൾ നല്ല കട്ടിയുള്ള ആ അത്തറിൻ്റെ നേല് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെഹറുബാറക്കിന് അപ്പോഴും നേലില്ല. അതുകൊണ്ടാണ് ആ അത്തർ കഴുകി കളഞ്ഞപ്പോൾ നേലില്ല എന്നാണ് പറഞ്ഞത്. ആദ്യം നേവില്ല, അവസാനം നേവില്ല, പിന്നെ കണ്ടത് അത്തറിൻ്റെ നേലാണ്. ആ ആർക്കും അറിയാത്ത തോന്നിവാസം പറഞ്ഞാ പോരടോ. അത് ആൺകുട്ടികൾക്ക് യോജിച്ച പണിയല്ല, അത് തറവാട്ടിൽ ജനിച്ചവർ യോജിച്ച പണിയല്ല. ആ വലിയ ഹദറത്തുകളിൽ നിന്ന് വരെ കിട്ടുന്നതാണ് ഞങ്ങൾ ഈ പറയുന്നത്. അല്ലാതെ ഞങ്ങൾ നാലാള് പറഞ്ഞു നിങ്ങൾ പറയാൻ നിൽക്കണ്ട. ഒക്കെ നിങ്ങളെ ഈ മണ്ണാങ്കട്ട തന്നെ.
നിങ്ങൾക്ക് തൂങ്ങി ചത്തൂടോ? നിങ്ങൾക്ക് തൂങ്ങി ചത്തൂടോ? നിങ്ങൾക്ക് കൂട്ടുകാരി ഇയാൾക്ക് മുട്ടിപ്പടി കൂട്ടായിട്ടാണ് വേറെ ഞാനിവിടെ എത്ര ഉഷാറായി പ്രസംഗിച്ചു വിചാരിച്ചോളൂ, എങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞാലും അതിന്റെ ഒന്നാമത്തെ ക്രെഡിറ്റും ഒന്നാമത്തെ അവകാശവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനാണ്. കാരണം അവിടെ നിന്നാണ് ഞങ്ങളെ ഇത് പറയിപ്പിക്കുന്നത്. അന്റെ മണ്ടക്ക് മുണ്ടവടി കൊണ്ട് കൊട്ടിട്ടും വളവള പറയുന്ന വളിഞ്ഞ ന്യായവുമായി വരുന്ന ഇളിയൻ. ഇന്നിപ്പോ എന്നോടൊരു ചെറുപ്പക്കാരൻ പറയാണ്, എന്റെ വീട്ടിലുള്ള പശു, ആ പശു വല്ലാതെ കരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ അണ ചേരണം. അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ ഇപ്പൊ മൃഗാശുപത്രി കൊണ്ടുവരാണ്. അത് ആൺകുട്ടികൾക്ക് യോജിച്ച പണിയല്ല, അത് തറവാട്ടിൽ ജനിച്ചവർ യോജിച്ച പണിയല്ല. ആ വലിയ ഹദറത്തുകളിൽ നിന്ന് വരെ കിട്ടുന്നതാണ് ഞങ്ങൾ ഈ പറയുന്നത്. മൊത്തം വായിലും മലം നിറച്ചിട്ടല്ലേ തുപ്പണ് അല്ലേ? ഇനി എവിടെ നജസാകാൻ ബാക്കി? ആകെ നജസിൽ മുങ്ങി കുളിക്കല്ലേ? കാരണം അവിടെ നിന്നാണ് ഞങ്ങളെ ഇത് പറയിപ്പിക്കുന്നത്. എപ്പോഴും റബ്ബിനോട് കാവല് ചോദിക്കേണ്ട ഒരു ഘട്ടമാണ്. മൊയ്ലിയേക്കന്മാരെ കോലം കെട്ടിയിട്ട് പിശാച് പ്രത്യക്ഷപ്പെടുന്ന കാലം റബ്ബേ റഹീമേ കാക്കണേ മന്നാനേ. ഇബ്ലീസ് മുസ്ലിയാരായ കാലമിതാണേ. മൊയ്ലിയമാരെ കോലത്തിൽ ഇബ്ലീസ് വരുന്ന കാലം. പറഞ്ഞാ കേൾക്കണ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല. പച്ച തോന്നിയാസം മാത്രം തൊള്ളെ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. ചലക്കാതെ പോ.